നന്നായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. പക്ഷെ മഹിജന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ചെയ്യാൻ വേണ്ടി തന്നെ വന്നേ. അപ്പം ഇന്ന് നമ്മുടെ പ്രീ വെഡിങ് ഡേ ആയ മഹിജന്റെ ഏറ്റവും പ്രഷ്യസ് ഡേന്റെ തലേ ദിവസം ഇന്ന്. അപ്പൊ എല്ലാരും ഇവിടെ എത്തിച്ചതിൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട്. ഓക്കും അത് വലിയ കാര്യമുള്ള കാര്യമാണ്. അപ്പം എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് എല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സന്തോഷിച്ചിട്ടല്ലേ പോകാൻ. ഓക്കെ, ഓളിപ്പം വരും. എന്നിട്ട് നമുക്ക് പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഓളെ വെൽക്കം ചെയ്യാം. ഇത്രയും നല്ല പെണ്ണിനെ കിട്ടിയ സന്തോഷം എന്ന് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞ ബെറ്റർ അഡ്വൈസസ് ആരാണ് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത്? വിവേകേട്ടൻ. ഏറ്റവും നല്ല ഉപദേശം ഏതാ തന്നത്? നേരത്തെ കിടന്നുറങ്ങാൻ. തേവാരം നൽകുമീ തങ്കക്കൈ നീട്ടം ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ. ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാനപ്പോൾ എപ്പോഴും വിചാരിക്കും പിന്നെ എന്താണ്, പക്ഷെ അമ്മായി അതൊന്നും കുഴപ്പമില്ലാതെ ഇവിടെ അന്നേരം തൊട്ട് ഒരമ്മേനെ പോലെ തന്നെ അമ്മായി ഇവിടെ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ കൂട്ട് തുടങ്ങിയിട്ട് വർഷം കുറേയായി. എനിക്ക് തോന്നുന്നു 2014 തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് ഇവളെ പറ്റി പറയുകയാണെങ്കിൽ ഫാമിലിയുടെ റിലേഷനാണ്. എൻ്റെ കസിനാണ്. കുറേ വൈകി പരിചയപ്പെട്ടൊരു കസിൻ എന്ന് പറയാം. പറയാനില്ല, ഞാൻ മന്തി എപ്പോ വേണമെന്ന് പറഞ്ഞാലും മേടിച്ചു തരുന്ന ഒരാളാണ്. അതുപോലെ എപ്പം എന്ത് കാര്യം ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നുവെച്ചാല് ഞാനിവിടെ വരുമ്പോൾ മുതൽ എൻ്റെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ മൂത്ത മോളായിട്ട് തന്നെയാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത് ഇത്രയും കാലം.
കാണുന്നത്. എല്ലാ വാശിക്കും ഞാൻ ഇവക്ക് എന്ത് കാര്യം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കും. അപ്പൊ ഇവള് +2 കഴിഞ്ഞു, ഒരു ഡിഗ്രി എടുത്തു, PG എടുത്തു, വർക്കിന് കയറി. അല്ലെന്ന് പറഞ്ഞാൽ ഇവള് ഭയങ്കര സർവൈവ് ചെയ്തിട്ടാണ് ശരിക്കും ഈ ഒരു പോയിന്റിൽ എത്തുന്നത്. ഹലോ മഹി, ഞാൻ എന്താണ് അതിനെ പറ്റി പറയണ്ടേ? ഒരു 2-3 മിനിറ്റ് ഓഡിയോയിൽ ഒതുക്കാൻ പറ്റിയതല്ല ആക്ച്വലി നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം. പിന്നെ എന്താ പറയുക, നാളെ നിന്റെ ഏറ്റവും വലിയൊരു ബിഗ് ഡേ ആണ്. അത് നന്നായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കുക. അതിൽ ഞാനില്ല, അവിടെ ഇല്ല എന്നുള്ളൊരു നല്ലൊരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ സിറ്റുവേഷനാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒപ്പരം ഉണ്ടാവില്ല, എന്നെ കൂട്ടിയാണെങ്കിൽ പോകാനാണെങ്കിൽ എല്ലാം വെച്ചിട്ടുണ്ടായിട്ടു. വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണതുളുമ്പിയ മധുര നൊമ്പരം. പൂവിൻ കണ്ണിക്കൂമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടി ഒഴിഞ്ഞു കണ്ടു കണ്ടില്ല. രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി നിമിനേരമെങ്കിനോ തേങ്ങി നിലാവിൻ വിരഹമേ